നമ്മളിന്ന് തൃക്കാക്കരയിൽ ജഡ്ജിമുക്കിലാണുള്ളത്. എറണാകുളം എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റൂട്ടിലേക്ക് 100 മീറ്ററാണ് ദൂരം വരുന്നത്. എടപ്പള്ളി ലുലു മാളിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നൈപുണ്യ സ്കൂളിലേക്കും ഭാരത് മാതാ കോളേജിലേക്കും 1 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ പോകുന്നുള്ളത്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. അതിനകത്ത് 4 സെൻറ്റ് 750 ലിങ്സ് ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഭംഗിയുള്ളൊരു എലിവേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മതിലിൻ്റെ ഡിസൈനും ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ കയറി വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലാനിക് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, ടെക്സ്റ്റ് വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോർച്ചിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ ആയിട്ടൊരു പാർക്ക് പോയിന്റ് വരുന്നുണ്ട്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോർച്ചിനകത്തുണ്ട്. 4 ഡോറും ഈസി ആയിട്ട് തുറക്കാവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ് പാർക്കിംഗ് സ്പേസ്. ഇവിടെയായിട്ട് കടപ്പാക്കല്ലാണ് കൊടുത്തുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. റഫായിട്ടുള്ള ടൈല്, അത് സ്റ്റഡി ആയിട്ട് വാഹനം കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോർച്ചിൽ വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ല പ്ലാൻസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മതിലിൻ്റെ ഡിസൈനിൽ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി വലിയൊരു വാഹനം നമുക്ക് വീടിൻ്റെ മുറ്റത്ത് വിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടും പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കയറി വരുന്ന ഭാഗത്തും പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. 2 ചെയറിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്, അതായത് ഈസ്റ്റാണ് ഫേസ്. നമുക്ക് അകത്തേക്ക് വരാം. കയറി വരുന്ന എൻട്രൻസിൻ്റെ മേലെയായിട്ട് ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ അകത്തേക്ക് വരാം. 2 പീസ് ഡോറാണ് വന്നുള്ളത്. കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ 2 പീസ് ടീക്കൂട്ടിൽ തീർത്ത ഡോറ് തന്നെ വന്നിട്ടുണ്ട്. 2 ലോക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗോദ്രേജിൻ്റെ ലോക്കാണ് വരുന്നത്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് ഇട്ടിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റ് ഇടാവുന്നതാണ്. എനിക്ക് ഫ്രണ്ടിലായിട്ട് ടി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ടെക്സ്റ്റ് വർക്ക് കൊടുത്ത ഭിത്തിയിലാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു TV നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയാലും ലിവിങ് സ്പേസ് കിട്ടി. ഇനി ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ ഇട്ടിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർ കവർ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഒരു മിറർ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു കോൺക്രീറ്റ് ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഫാൻസി ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചനാണ് വരുന്നത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഫാൻസി ലൈറ്റുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. മേലെയെല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കാണ് വരുന്നത്. 2 ടാപ്പും വരുന്നുണ്ട്. പവർ പോയിന്റുകളെല്ലാം ധാരാളം കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും സോപ്പും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു വലിയ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പോർഷനിലേക്ക് പോകാം. ഇങ്ങനെ ഇവിടെയും പവർ പോയിന്റ് വരുന്നുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്കും ടാപ്പും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തുറക്കാവുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. കിണറാണ് വരുന്നത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. നല്ലൊരു വെല്ല് വരുന്നുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ മോട്ടറിന് സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, നോർത്ത് സൈഡ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. നല്ലൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാർഡ്രോബ്സ് എല്ലാം അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് നമ്മുടെ ബെഡ്റൂം കൺജസ്റ്റഡ് ആവില്ല. നല്ലൊരു മിററും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം.
നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. 2-way മിക്സഡ് ടാപ്പാണ്. കൂടെ ഒരു ടെലിഫോൺ ഷവർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഷവർ കോക്ക് കൊടുത്തിട്ടുണ്ട് റെയിൻ ഷവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. 11 അടി നീളവും 9 അടി വീതിയും വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ല കബോർഡുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു വാഷ് ബേസൻ, 2-way മിക്സഡ് ടാപ്പ് വിത്ത് ടെലിഫോൺ ഷവർ, ഷവർ കോക്ക്, റെയിൻ ഷവർ, പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ബാത്റൂമിന് നല്ലൊരു ഫൈബർ ഡോർ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്സ്റ്റെയറിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബിൽ അകത്ത് ടഫിൻ്റെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. 4 മാളി വലിയ ജനലായതുകൊണ്ട് തന്നെ ധാരാളം സൂര്യപ്രകാശം നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കുകയും ചെയ്യും. ഈസി ആയിട്ട് മേലേക്ക് കയറാം. അകത്തൊക്കെ ഓരോ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ LED ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ ക്യൂരിയോസോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു റിഫ്ലക്ഷൻ അതിന് കിട്ടുകയും ചെയ്യും. ഈ ഭിത്തിയിലൊരു നല്ലൊരു ടെക്സ്ചർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് സോഫ സെറ്റീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് വലിയൊരു TV ഒക്കെ വെച്ചിട്ട് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടേബിൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം 14 അടി നീളം 11 അടി വീതിയാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. നല്ലൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കബോർഡുകളെല്ലാം അകത്തേക്ക് പ്ലേസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസൻ, 2-way മിക്സഡ് ടാപ്പ്, അതുപോലെ തന്നെ റെയിൻ ഷവർ, ടെലിഫോൺ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ വിരിച്ചിട്ടുള്ളത്. ഭിത്തി ഗ്ലോസി, നല്ലൊരു ഫൈബർ ഡോർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം വരുന്നുണ്ട്. 12 അടി വീതിയും വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. സെയിം പാറ്റേണിലുള്ള ഐറ്റംസ് തന്നെയാണ് കൊടുത്തുള്ളത്. വാഷ് ബേസൻ, 2-way മിക്സഡ് ടാപ്പ് വിത്ത് ടെലിഫോൺ ഷവർ, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റഡി ഏരിയയിലേക്ക് പോവാം. സ്റ്റഡി ഏരിയ ആയിട്ടോ ഓഫീസ് റൂമായിട്ടോ കിഡ്സ് റൂമായിട്ടോ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. കബോർഡും സ്റ്റഡി ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ലൈബ്രറി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12 അടി നീളം വരുന്നുണ്ട്. 12 അടി തന്നെ വീതിയും വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ഒരു ബാൽക്കണിയുടെ എൻട്രൻസ് വരുന്നത്. ഇങ്ങനെ നല്ലൊരു ഓപ്പൺ ബാൽക്കണിയാണ് വന്നുള്ളത്. ഫ്രണ്ടിലെല്ലാം ധാരാളം ചെടികൾ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. റഫ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. 2x2 മാറ്റ് ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ടെക്സ്ചർ വർക്കുകളും സ്റ്റോൺ വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പൺ ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നുള്ളത്. ഇത് ഷീറ്റ് വർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ആയിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യാം. ഇവിടെ വാട്ടർ പോയിന്റ് വന്നിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഒന്ന് കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ കോൺക്രീറ്റ് തന്നെയാണ്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. ഇത് റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റാൻഡേർഡ് തന്നെയാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടാപ്പിലൊക്കെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ച കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് 750 ലെങ്സ് ലാൻഡ് വരുന്നുണ്ട്. 2250 സ്ക്വയർ ഫീറ്റ് ആണ്. 4+ ആണ്.
താഴെ 2 ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്, മേലെ ഒരു 3 ബെഡ്റൂമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 1,45,00,000 രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം അവൈലബിൾ ആണ്. വീഡിയോൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. കാരണം എടപ്പള്ളിയായിട്ട് 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ നിന്ന് തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് നടക്കാവുന്ന ദൂരം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.